Assalamualaikum. Welcome back to Abdul's World. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കുക്കർ റോസ്റ്റും വീശിയടിക്കാത്ത പൊറോട്ടയും ഉണ്ടാക്കിയാലോ. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഒരു കിഴി പൊറോട്ട ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലെ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തു നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് പൊറോട്ടക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇവ ചേർത്ത് ഇതിനെ നന്നായി യോജിപ്പിക്കാം. കൈകൊണ്ട് തന്നെ ഇട്ട് യോജിപ്പിക്കാം. ഈ പഞ്ചസാരയും ഉപ്പും ഒക്കെ നന്നായി മിക്സായി വരണം. ശേഷം സെന്ററിൽ ഇതുപോലൊരു കുഴി ഉണ്ടാക്കിയെടുക്കാം. ശേഷം ആ കുഴിയിലോട്ട് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ മുട്ടയെ ബീറ്റ് ചെയ്യാം. ശേഷം ഈ കുഴിയിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഈ മുട്ടയുടെയും വെള്ളത്തിന്റെയും മിക്സിലേക്ക് മൈദ ഇട്ട് ഈ മൈദയെ നനച്ചെടുക്കാം. പൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ കുഴച്ചെടുക്കാം. ഈ മാവിനെ ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് എങ്കിലും ഈ മാവിനെ നന്നായി കുഴച്ചെടുക്കണം. മാവ് കുഴച്ചതിലാണ് നമ്മുടെ പൊറോട്ടയുടെ സോഫ്റ്റ്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഓയിൽ ഇതുപോലെ ഒന്ന് മുഴുവനായി ഇതുപോലെ എല്ലായിടത്തും തടവി കൊടുക്കണം. ശേഷം ഒരു നനഞ്ഞ തുണി ഇതിലോട്ട് മൂടി വെക്കാം. മാവ് ഉണങ്ങാതിരിക്കാനാണ് ഈ നനഞ്ഞ തുണി മൂടുന്നത്. ഇനി ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മട്ടൺ കുക്കർ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 സവാള ഇട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ വഴറ്റിയെടുക്കാം. സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 6 ചെറിയ ഉള്ളി അരച്ചത് ഇവ ചേർത്ത് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ചെറിയ ഒരു തക്കാളി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഇതിനെ വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില, 1/2 കിലോ മട്ടൺ ഇനി ഇതിനെ മിക്സ് ആക്കി എടുക്കാം. ഈ മട്ടൺ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള മട്ടനാണ്. ഇതിനെ നന്നായി ഇതിന്റെ പുളിയുടെ ഒക്കെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം.
മട്ടനെ ഞാൻ ഇവിടെ ഇതിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ വേവിച്ചെടുക്കാം. കുക്കർ മൂടി വിസിലിട്ട് വേവിച്ചെടുക്കാം. മട്ടൻ വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. ആദ്യം നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം. ഒരു ബോൾ ഏകദേശം ഇത്രയും വലുപ്പം വേണം. ഞാനിതിവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് ഓയിലും ഡാൽഡയും മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവനായി ബ്രഷ്. ഇനി ഒരു ബോൾ എടുത്ത് ഇതുപോലെ ആക്കിയതിനു ശേഷം ഇതിനെ പരത്തിയെടുക്കാം. വളരെ തിന്നായി പരത്തിയെടുക്കണം. നമുക്ക് എത്ര തിന്നാക്കാൻ കഴിയുമോ അത്രയും തിന്നായി പരത്തിയെടുക്കണം. ഞാൻ ഇതിനെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റൂല എത്രത്തോളം തിന്നായി ഇതിനെ പരത്തിയിട്ടുണ്ടെന്ന്. ഇനി ഇതിനെ സെന്ററിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. ശേഷം ഇതിനെ ഇതുപോലെ എടുത്ത് ഇങ്ങനെ നന്നായി റോൾ ചെയ്യാം. എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ നേർങ്ങനെ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം നേർങ്ങനെ ആക്കാം. ഞാൻ ഇതിനെ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയും തിന്നായി ഇതിനെ റോൾ ചെയ്തെടുക്കണം. കണ്ടല്ലോ, രണ്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇതിന് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഇത് എല്ലാം ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനെ പോലെ നന്നായി നീട്ടിയെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ എല്ലാം പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. ആദ്യം ദോശക്കൽ സ്റ്റൗവിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഇതിൽ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കുറച്ച് കുക്കായി വരുമ്പോൾ അതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ശേഷം ഡാൽഡയും ഓയിലും മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഓയിലും ഡാൽഡയും മിക്സ് ചെയ്തത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ദോശക്കല്ലിൽ നിന്നും മാറ്റാം. ഇനി ഇതിനെ ഇതുപോലെ കൊട്ടിയെടുക്കാം. ഇതുപോലെ കൊട്ടിയെടുത്താൽ നമ്മുടെ പൊറോട്ട നല്ല ലെയറായി വരികയും നല്ല സോഫ്റ്റ് ആയി വരികയും ചെയ്യും. കണ്ടല്ലോ, ഇതിവിടെ നല്ല ലെയറായി വന്നിട്ടുണ്ട്. പൊറോട്ട എല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വറ്റിച്ചെടുക്കണം. ഇത് ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും വറ്റിയാൽ മതി. അങ്ങനെ നമ്മുടെ മട്ടൻ കുക്കർ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി പൊറോട്ട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു വാഴ ഇലനെ തീയിൽ കാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ പൊറോട്ട വെച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മട്ടൻ കുക്കർ റോസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിൽ
വീണ്ടും ഒരു പൊറോട്ട വെച്ചെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ വെച്ചതിന് ശേഷം കിഴി കെട്ടാം. ഇതുപോലെ കിഴി കെട്ടിയെടുക്കാം. കണ്ടല്ലോ, കിഴി ഉണ്ടാക്കിയതിന് ശേഷം ഒരു നൂലെടുത്ത് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ കിഴിയും കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീം ആക്കി എടുക്കാം. ഇതുപോലത്തെ ഒരു സ്റ്റീമർ വെച്ച് കിഴിയായിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതെല്ലാം സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. കിഴിയുടെ സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ 10 മിനിറ്റ് വെച്ചാണ് സ്റ്റീം ആക്കി എടുത്തിട്ടുള്ളത്. ഇതിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് തുറന്നു നോക്കാം. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ആവി പാറുന്നത് കണ്ടില്ലേ? ഇതുപോലെ ഒരു കഷ്ണം പൊറോട്ട എടുത്ത് ഒരു മട്ടൻ പീസും വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ബീഫ് വെച്ചും ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.